ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കിയേക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നതിൽ തീരുമാനം ഇന്നുണ്ടാകും. ആലപ്പുഴ സീറ്റിലും അനിശ്ചിതത്വമുണ്ട്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി രമേശ് ചെന്നിത്തലയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഡൽഹിയിൽ നിന്ന് ധനസുമോദ് നൽകും വിവരങ്ങൾ. സുമോദ്, ഏറെ ദിവസമായി കാത്തിരിക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഉണ്ടാകുമോ എന്നത് ഇന്നലെ മുതൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വയനാട്ടിലും അമേഠിയിലും രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുമെന്നത്. പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിലും സൂചനകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമോ സ്ഥാനാർത്ഥി പട്ടിക? ചെന്നിത്തലയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതിന്റെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ പ്രധാനമായും ഇന്ന് വളരെ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് ഇന്നത്തെ യാത്ര പൂർത്തിയാകുന്നതിന് മുറക്കാണ് അദ്ദേഹം സൂമിലായിരിക്കും, ഓൺലൈനായിട്ടായിരിക്കും മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം വരെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ. വയനാട്ടിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏകദേശം ഉറപ്പിച്ച സ്ഥിതി തന്നെയാണ്. പക്ഷേ ഈ ആലപ്പുഴ ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ അവിടെ KC വേണുഗോപാൽ തന്നെ മത്സരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് കോൺഗ്രസിൽ വ്യാപകമായിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല KC വേണുഗോപാൽ ആലപ്പുഴയിലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇപ്പോൾ മത്സരിക്കാൻ അദ്ദേഹം വരുന്നു, ഒരുങ്ങിയിരിക്കൂ എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ കണ്ണൂർ സീറ്റിൻ്റെ കാര്യത്തിലായിരുന്നു ആദ്യം അനിശ്ചിതത്വം ഉണ്ടായിരുന്നെങ്കിൽ പോലും കണ്ണൂരിൽ സുധാകരൻ തന്നെ മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രധാന പ്രശ്നം, ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലാതെ കോൺഗ്രസിന് പട്ടിക പുറത്തിറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു സിറ്റിംഗ് MP തന്നെ മാറ്റിയിട്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നതിനെ കുറിച്ച് ഒരു ആലോചനയുണ്ട്. അത് പ്രധാനമായി ഒന്നുകിൽ പാലക്കാട് അല്ലെങ്കിൽ ആറ്റിങ്കൽ തുടങ്ങിയ ഏതെങ്കിലും സ്ഥലത്തെ സിറ്റിംഗ് MP മാറ്റിയിട്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നതിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് തന്നെയാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അതുമാത്രമല്ല സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ KPCCയുടെ ചാർജ് ആർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആലോചന കൂടി ഉണ്ടാകും. രമേശ് ചെന്നിത്തലയെ ഇപ്പോൾ അടിയന്തരമായി വിളിച്ചു വരുത്തിയിരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു ചാർജ് കൊടുക്കുന്നതിന് കൂടി ആണ് എന്നുള്ള ഒരു അഭ്യൂഹം കൂടിയുണ്ട്. കാര്യം ആലപ്പുഴയിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കാര്യം KC വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു സന്ദേശം താഴേക്ക് കൊടുത്തെങ്കിൽ പോലും ഷുക്കൂർ ഉൾപ്പെടെയുള്ള ആലപ്പുഴ മുൻ DCC അധ്യക്ഷൻ ഷുക്കൂർ ഉൾപ്പെടെയുള്ളവർ മത്സരത്തിന് തയ്യാറായി നിൽക്കുകയാണ്. നേരത്തെ MM ഹസന്റെ പേരാണ് ആലപ്പുഴയിൽ ആദ്യം ഉയർന്നു കേട്ടെങ്കിൽ പോലും ആലപ്പുഴയാണെങ്കിൽ താൻ മത്സരിക്കാനില്ല എന്നൊരു നിലപാട് തന്നെയാണ് MM ഹസൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ചർച്ചയാണ് ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത്. തീർച്ചയായും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ വൈകുന്നേരം ഡൽഹിയിൽ നടക്കും. ചെന്നിത്തലയെ അടക്കം അടിയന്തരമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ധനസുമോദ് നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ സമഗ്രമായി.